ഒരു വലിയ മാറ്റത്തിനൊരുങ്ങുകയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ഒരു ടോട്ടൽ റിവൈവൽ എന്നാണ് അവർ പറയുന്നത്. ഒരു പുനരുജ്ജീവനത്തിനൊരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അവർ ഉറ്റുനോക്കുന്നത് ആശയപരമായി രാജ്യത്ത് കോൺഗ്രസിനെ സംവേദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയിലേക്ക് മാറണം. പഴയ കാര്യങ്ങളൊന്നും ഇനി ചർച്ച ചെയ്ത് നടക്കില്ല. രണ്ട്, നിലവിൽ PCC അധ്യക്ഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. വലിയ മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്? വലിയ മാറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്ര വ്യക്തത വരുത്തുന്നു. മൃദു ഹിന്ദുത്വ സമീപനമുള്ള പാർട്ടി എന്ന ചീത്തപ്പേര് കോൺഗ്രസിന് എല്ലാ കാലത്തുമുണ്ട്. അത് വെറുതെ വന്ന ചീത്തപ്പേരല്ല. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പിന്നീട് BJP-യിലേക്ക് പോവുകയും ഇപ്പോൾ അസം മുഖ്യമന്ത്രി അടക്കം ആരായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അവരൊക്കെ തന്നെ BJP-യിലെ പ്രധാനപ്പെട്ട നേതാക്കളായി മുഖ്യമന്ത്രിമാരൊക്കെ പോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനി സാധ്യമല്ല. BJP-യിലേക്ക് പോകേണ്ടവർ അവിടെ പോകണം. ഇവിടെ ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം മതി ഇവിടെ കോൺഗ്രസ് നേതാക്കളായി എന്നുള്ള കാര്യം കുറച്ചു കാലമായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഗുജറാത്ത് തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് കൃത്യമായ സന്ദേശം. ഗുജറാത്ത് കഴിഞ്ഞ 30 വർഷമായി കോൺഗ്രസിന് അധികാരം ലഭിക്കാത്തൊരു സ്ഥലമാണ്. അത് അമിത്ഷായുടെയും മോദിയുടെയും സ്ഥലമാണ്. അവിടെ ഹിന്ദുത്വയുടെ പരീക്ഷണശാലയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട് അതിനെതിരായ തങ്ങളുടെ പോരാട്ടം എന്ന കൃത്യമായ സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുന്നു, നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരിലേക്ക് കൊടുക്കുന്നു, കോൺഗ്രസിലെ നേതാക്കളിലേക്ക് കൊടുക്കുന്നു എന്നിടത്താണ് ഈ സമ്മേളനം വ്യത്യസ്തമാകുന്നത്. അവിടെ ഖാർഗെ പ്രസംഗിക്കുന്നു. ഖാർഗെ മോദിക്കെതിരെ അതിശക്തമായ കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിനെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് BJP രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇതുവരെ തുറന്നു വന്ന ഒരു വിദേശ നയമുണ്ടല്ലോ, ആ വിദേശ നയം പൂർണ്ണമായും ട്രംപിന് അടിയറ വെച്ചുകൊണ്ട്, ട്രംപിൻ്റെ മുന്നിലൊക്കെ വിദേശ നയം എന്താണ് നമ്മുടെ വിദേശ നയം, നാണം കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഖാർഗെ പ്രസംഗിക്കുന്നു, രാഹുൽ പ്രസംഗിക്കുന്നു, പിന്നീട് തിരഞ്ഞെടുത്ത കുറച്ച് നേതാക്കൾ, കേരളത്തിലെ അടക്കം കുറച്ച് നേതാക്കൾ പ്രസംഗിക്കുന്നു. അപ്പോഴും ഈ രാഹുൽ ഗാന്ധി എന്ന നേതാവിലേക്ക് ഊന്നുന്നു എന്നൊരു വിമർശനം എനിക്ക് എൻ്റെതായി പറയാനുണ്ട്. രാഹുൽ ഗാന്ധി എന്ന നേതാവിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ പോലും അത് എത്രത്തോളം അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഈ പറയുന്ന ജാതി സെൻസസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു ഘട്ടം വരെ സഹായിച്ചിട്ടുണ്ടാകും. പക്ഷേ അതുമാത്രം കാര്യമില്ല എന്നൊരു വിമർശനം അവിടെ നിന്ന് ഉയരുകയോ ഒരു വ്യത്യസ്ത സ്വരം ബാക്കിയുള്ളവരിൽ നിന്ന് ഉയരുകയോ ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട ഖാർഗെയുടെ പ്രസംഗം, സച്ചിൻ പൈലറ്റിൻ്റെ പ്രമേയത്തിൽ സംസാരിച്ച കുറച്ച് നേതാക്കൾ, അതല്ലാതെ അങ്ങനെ വ്യത്യസ്ത സ്വരങ്ങളൊന്നും ഉയരുന്ന ഒരു സമ്മേളനമായി മാറിയില്ല. പക്ഷേ അതേസമയം വളരെ പോസിറ്റീവായി തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പാർട്ടിക്ക് അടിത്തറയില്ല, പലയിടത്തും അടിത്തറയുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ DCC-കളെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നല്ല നോക്കേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഹരിയാന ആയാലും ഹിമാചൽ പ്രദേശ് ആയാലും ഒഡീഷ ആയാലും അവിടെയൊക്കെ DCC-കൾ പിരിച്ചുവിട്ടിട്ട് പുനഃസംഘടിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ കൂടിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഇവിടെയും ഈ ഗ്രൂപ്പ് കളികളൊക്കെയാണ്. ഗ്രൂപ്പ് കളി ഇനി സാധ്യമല്ല. കാരണം ഈ DCC-കളെ ശക്തിപ്പെടുത്താൻ വെറുതെ ഒരു ആലോചനയിലേക്ക് പോയതല്ല. അതിൽ കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക്കിൻ്റെ നേതൃത്വത്തിലാണ് ഒരു പഠനം നടത്തിയത്. ആ പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടപ്പാക്കുക. ഇനി DCC അധ്യക്ഷന്മാർ അതിന് താഴേക്കുള്ള ഘടകങ്ങളെയും ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിലേക്ക് പോകേണ്ടി വരും. ഈ വർഷം 2025 എന്ന വർഷം കോൺഗ്രസിൻ്റെ പുനർജനി വർഷം എന്നാണ് ഖാർഗെ വിശേഷിപ്പിച്ചത്. ആ പുനർജനി വർഷം എന്ന് വെച്ചാൽ ഒരു പുതുജന്മത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. അപ്പോൾ ആ രൂപത്തിൽ കോൺഗ്രസ് മാറേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള വിലയിരുത്തലാണ് നടന്നിട്ടുള്ളത്. ഇനി DCC അധ്യക്ഷന്മാരാകുന്ന നേതാക്കൾ 3 വർഷത്തേക്ക് മത്സരിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിൽ അവർ മുൻകൈ എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാത്ത നേതാക്കൾ വേണ്ട, പ്രവർത്തിക്കാത്തവർ വേണ്ട. അതായത് ഇപ്പോൾ ഈ സീനിയോറിറ്റി പറഞ്ഞ് കാര്യമായി പ്രവർത്തിച്ചില്ലെങ്കിലും വെറുതെ മുഖം കാണിച്ച് നടക്കുന്ന നേതാക്കളുണ്ട്. അവരെ വേണ്ട എന്ന കൃത്യമായ സന്ദേശമാണ്. അപ്പോൾ പ്രവർത്തിച്ച് കാണിക്കേണ്ടി വരും. സീനിയോറിറ്റി പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് മുകളിൽ നിന്ന് ഉള്ള നോട്ടമുണ്ടാകും എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം ഒരു വികേന്ദ്രീകരണം നടപ്പാകുന്നു എന്ന രൂപത്തിൽ കൂടി അതിനെ കാണണമെന്ന് തോന്നുന്നു. അങ്ങനെയാകുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസിൽ അതില്ല എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ രൂപത്തിൽ കോൺഗ്രസ് മാറുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നു. ഈ പറയുന്ന ജാതി സെൻസസിൻ്റെ കാര്യം, അത് നടപ്പാക്കിയത് കാര്യം പറയുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ 42% സംവരണം കൊടുത്ത കാര്യം വളരെ പോസിറ്റീവായി തന്നെ അദ്ദേഹം പറയുകയാണ്. നടപ്പാക്കി അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയുന്നത് മാത്രമല്ല, സ്വകാര്യ മേഖലയിലെ സംവരണത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ഈ സംവരണ പരിധി 50%-ലധികമാക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോൺഗ്രസിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഗുജറാത്തിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിലൊന്നും പൊതുവിൽ RSSകാരില്ലാത്ത ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ പോലും ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ, അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കില്ല എന്നുള്ള കോൺഗ്രസിന് അറിയാം. പുതിയ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ജയിക്കേണ്ടത്. അതിലൊരു ഇന്ത്യ മുന്നണി ഒരു സംവിധാനം, ആ സംവിധാനത്തെക്കുറിച്ച് എവിടെയൊന്നും പറഞ്ഞു പോകുന്നുണ്ടോ എന്നല്ലാതെ
ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ എങ്ങനെ മുൻകൈ എടുക്കുന്നു, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്ത്, അതിൽ കൂടി ഒരു വ്യക്തത വരുത്തിയെങ്കിൽ കുറച്ചുകൂടി അത് സമഗ്രമാകും എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ വളരെ പോസിറ്റീവാണ്. ഈ വർഷം തുടങ്ങാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനൊരു പുനർജനി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ വരാം. Meet the editors.